സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ ഇന്ന് ഒരുമിച്ച് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം. ശരിക്കും ദൈവത്തിന്റെ ആ സൃഷ്ടികർമ്മം, അവിടുത്തെ സ്നേഹം, മനുഷ്യനോടുള്ള കരുതൽ, അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. തീർച്ചയായും ഇതൊരു എന്താ പറയുക, വെറുമൊരു പഴയ കഥയല്ല. അല്ല, നമ്മുടെയെല്ലാം തുടക്കം, ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെയൊക്കെ അടിസ്ഥാനം ഇവിടെയാണ്. അതെ, നമുക്ക് ആദ്യത്തെ വാക്യങ്ങളിലേക്ക് തന്നെ നോക്കാം, അല്ലേ? 1 മുതൽ 3 വരെ. ശരിയാണ്. അവിടെ പറയുന്നത്, ആകാശവും ഭൂമിയും അവയിലുള്ള സകലതും പൂർത്തിയായി, എല്ലാം കഴിഞ്ഞു, എല്ലാം ഭംഗിയായി ക്രമമായി ദൈവം ചെയ്തു. എന്നിട്ട് 7-ാം ദിവസം, ആ ദിവസം ദൈവം വിശ്രമിച്ചു. ആ ദിവസത്തെ അനുഗ്രഹിച്ചു, വിശുദ്ധീകരിച്ചു. അതാണ് ശബ്ബത്ത്. പലരും ചിന്തിക്കും, ദൈവത്തിന് എന്തിനാ വിശ്രമം, ദൈവം ക്ഷീണിക്കുമോ എന്നൊക്കെ. അതൊരു നല്ല ചോദ്യമാണ്. പക്ഷെ ദൈവം ക്ഷീണിച്ചിട്ടല്ല, അല്ലേ? അല്ല, സൃഷ്ടിയുടെ ആ പൂർണ്ണതയിൽ സന്തോഷിച്ച് ആ ഒരു താളം അത് നമുക്ക് തരുകയായിരുന്നു. ശരിയാണ്. നമ്മുടെയൊക്കെ ഈ തിരക്കിട്ട ജീവിതത്തിലൊന്നും നിർത്തി ദൈവത്തെ ഓർക്കാൻ, അവിടത്തെ അനുഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കാൻ ഒരു സമയം. അതെ, അതൊരു ഭാരമായിട്ടല്ല കാണേണ്ടത്. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്വമാണ് അവിടെ പ്രകടമാകുന്നത്. ഒരു ആരാധന കൂടിയാണ്. തീർച്ചയായും. അപ്പോൾ അടുത്ത ഭാഗം വാക്യങ്ങൾ 4 മുതൽ 7 വരെ മനുഷ്യന്റെ സൃഷ്ടിയിലേക്ക് വരുന്നു. അവിടെ യഹോവയായ ദൈവം എന്നെടുത്തു പറയുന്നുണ്ട്, ഭൂമിയും ആകാശവും ഉണ്ടാക്കിയ നാളിൽ. ശ്രദ്ധേയമായ കാര്യം, മറ്റു ജീവികളെയൊക്കെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതെ, ഒരു പ്രത്യേക ശ്രദ്ധയുണ്ട്. നിലത്തിലെ പൊടികൊണ്ട് രൂപം നൽകി. എന്നിട്ടോ തന്റെ ജീവശ്വാസം അത് മനുഷ്യനിലേക്ക് ഊതി. ആ നിമിഷം വെറും മണ്ണായിരുന്ന മനുഷ്യൻ എന്താ പറയാ, ജീവനുള്ള ദേഹിയായി മാറി. എത്ര മനോഹരമായ ചിന്തയാണത്. നമ്മളാരും വെറുതെ ഉണ്ടായവരല്ല. അല്ല, ദൈവത്തിന്റെ കൈവേലയാണ് നമ്മൾ. നമ്മുടെയൊക്കെ വില വരുന്നത് നമ്മുടെ കഴിവോ നേട്ടമോ ഒന്നുമല്ല. അല്ല, നമ്മളിലുള്ള ആ ദൈവശ്വാസമാണ്. നിങ്ങൾ ഓരോരുത്തരും അത്രമാത്രം വിലപ്പെട്ടവരാണ്. ഇനി 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഏദൻ തോട്ടം. മനുഷ്യനു വേണ്ടി ദൈവം ഒരുക്കിയ ഒരു പ്രത്യേക സ്ഥലം. കിഴക്ക് ഏദനിൽ ഒരു തോട്ടം, കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതും കഴിക്കാൻ നല്ലതുമായ എല്ലാ മരങ്ങളും. പിന്നെ നടുവിലെ 2 പ്രധാന വൃക്ഷങ്ങൾ, ജീവവൃക്ഷം, പിന്നെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. ദൈവം മനുഷ്യനെ അവിടെ വെറുതെ സുഖിപ്പിച്ചിരുത്തുകയല്ല ചെയ്തത്. അല്ല, ഒരു ഉത്തരവാദിത്തം കൊടുത്തു. വാക്യം 15 പറയുന്നുണ്ട്. അതെ, തോട്ടം കൃഷി ചെയ്യുവാനും സൂക്ഷിക്കുവാനും. അപ്പോ ജോലി എന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്, ഒരു അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ഒരു കൽപ്പനയും നൽകി. അതാണ് പ്രധാനം. തോട്ടത്തിലെ ഏതു മരത്തിന്റെ ഫലവും കഴിക്കാം, പക്ഷേ ആ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം മാത്രം കഴിക്കരുത്. കാരണം തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇത് ദൈവത്തിന്റെ ഒരു കർശനമായ നിയമം എന്നതിനേക്കാൾ ഒരു അതിർവരമ്പാണ്. സ്നേഹബന്ധത്തിൽ സ്വാതന്ത്ര്യത്തോടൊപ്പം ഉത്തരവാദിത്വവും അതിരുകളും വേണമല്ലോ. ശരിയാണ്. മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിനും ദൈവത്തിലുള്ള ആശ്രയത്വത്തിനും ഒരു അവസരം കൂടിയായിരുന്നു അത്. അവിടെ നിന്നാണ് അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്. വാക്യങ്ങൾ 18 മുതൽ 25 വരെ. കൂട്ടായ്മ. ദൈവം ആദ്യമായിട്ട് നല്ലല്ല എന്ന് പറയുന്നത് ഇവിടെയാണ്. അതെ, മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല. ഒറ്റപ്പെടൽ ദൈവത്തിന്റെ പദ്ധതിയല്ല. തീർച്ചയായും. ദൈവം തന്നെ ത്രിത്വമായിരിക്കുന്ന പോലെ മനുഷ്യനും ബന്ധങ്ങൾക്കായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആദം എല്ലാ ജീവികൾക്കും പേരിട്ടു, പക്ഷേ തനിക്ക് തക്കതായ ഒരു തുണയെ കണ്ടില്ല. അപ്പോഴാണ് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ. ആദാമിനൊരു ഗാഠനിദ്ര വരുത്തി. എന്നിട്ട് അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്തു. അതിൽ നിന്നാണ് സ്ത്രീയെ ഉണ്ടാക്കുന്നത്. ഇതൊരു എന്താ പറയാ, വെറുമൊരു ശസ്ത്രക്രിയയല്ല, ആഴമേറിയ ഒരു ബന്ധത്തിന്റെ പ്രതീകമാണ്. ആദം ഉണർന്ന് അവളെ കണ്ടപ്പോൾ തിരിച്ചറിയുന്നു, ഇവൾ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ള മാംസം. ആഹാ, എത്ര മനോഹരമായ തിരിച്ചറിവ്! തുല്യത, പരസ്പരം പൂരിപ്പിക്കൽ, അതിന്റെയൊക്കെ തുടക്കം. അവിടെ തന്നെ വിവാഹത്തിന്റെ ദൈവികമായ അടിസ്ഥാനവും പറയുന്നുണ്ട്. അതെ, പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകശരീരമായി തീരും. അത് വെറും ശാരീരികമായ ഒന്നാകൽ മാത്രമല്ല, ആത്മാവിലും മനസ്സിലും ജീവിതത്തിലും ഒന്നാകുന്നതിനെക്കുറിച്ചാണ്. അവസാനമായിട്ട് അവർ നഗ്നരായിരുന്നു, ലജ്ജിച്ചതുമില്ല. പാപം വരും മുമ്പുള്ള ആ നിഷ്കളങ്കത, ആ പൂർണ്ണമായ തുറവി, അതാണ് ആ ബന്ധത്തിന്റെ ഭംഗി. അപ്പോ ഈ 2-ാം അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്തൊക്കെയാണ്?
ദൈവം നമ്മളെ സ്നേഹത്തോടെ ഒരു ഉദ്ദേശത്തോടെ സൃഷ്ടിച്ചു. അതെ, നമുക്ക് വിശ്രമം തന്നു, ജോലി തന്നു, ബന്ധങ്ങൾ തന്നു, സമൃദ്ധി തന്നു. തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നു. പക്ഷേ അതോടൊപ്പം ഉത്തരവാദിത്വവും തന്നു. ആ ഏതിനനുഭവം പാപം കാരണം നമുക്ക് നഷ്ടമായെങ്കിലും ക്രിസ്തുവിലൂടെ ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ ദൈവം വഴിയൊരുക്കി. നിങ്ങൾ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം കരുതുന്നുവെന്ന് ഓർക്കുന്നുണ്ടോ? ആ ജീവശ്വാസം ഇന്നും നമ്മളിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് വലിയൊരു പ്രത്യാശയല്ലേ? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ അത്ഭുതകരമായ സൃഷ്ടിക്കും ഞങ്ങളോടുള്ള അളവറ്റ സ്നേഹത്തിനും കരുതലിനും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയിൽ വിശ്രമിക്കാനും അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജോലിയെ, ഞങ്ങളുടെ കുടുംബബന്ധങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ സ്നേഹത്തോടെ അനുസരിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഈ വചനങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അങ്ങ് സ്പർശിക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് തുണയായിരിക്കണമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പിന്നെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ അതൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ വിലാസത്തിൽ എഴുതാം. അതെ, വിലാസം ഇതാണ്: soulfulscriptureseveryday@gmail.com. തിരഞ്ഞെടുക്കുന്ന സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഈ പരിപാടിയിലൂടെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. ഓർക്കുക, ഞങ്ങളുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് നിങ്ങൾക്ക് ലഭ്യമാകും. ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.